നടത്തുകയുണ്ടായി. ആമുഖമായി തന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഏതെങ്കിലും ഫ്രാക്ഷൻ, ഏതെങ്കിലും ഒരു പാർട്ടി വിഭജിച്ച് 4 ആളുകൾ ചേർന്നുണ്ടാക്കിയ ഒരു പാർട്ടിയല്ല. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ലക്ഷ്യബോധവും നയപരിപാടികളുമുണ്ട്. ഈ രാജ്യത്തിന്റെ 60% വരുന്ന ദരിദ്ര പിന്നോക്കക്കാരായ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗത്തിന്റെ മോചനം ലക്ഷ്യം വെക്കുന്ന ഒരു പാർട്ടിയെ ഒരു പ്രാദേശിക സംഭവ വികാസത്തിന്റെ പേരിൽ ഇതിന്റെ ഓഫീസ് അടച്ചു പൂട്ടിക്കാമെന്നാണ് ഭരണകൂടവും പോലീസും ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് പകൽ സ്വപ്നത്തിലാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ സ്വപ്നം കാണുക മാത്രമാണ്. ആലുവയിൽ നടന്ന, മൂവാറ്റുപുഴയിൽ നടന്ന ഒരു സംഭവത്തിന്റെ പേരിൽ കേരളത്തിൽ കേട്ട് കേൾവി പോലുമില്ലാത്ത രീതിയിൽ സംസ്ഥാനത്തുടനീളം SDPI ഓഫീസുകൾ റെയ്ഡ് ചെയ്തു. ഈ റെയ്ഡ് ചെയ്ത ഭരണകൂടത്തോടും പോലീസോടും എനിക്ക് ചോദിക്കാനുള്ളത്, കണ്ണൂർ ജില്ലയിൽ CPMകാരും RSSകാരും പരസ്പരം നടത്തുന്ന ഗോളടി ഇതുവരെ 100 കണക്കിനായിട്ട്, അല്ലെങ്കിൽ അത് 10ന്റെ മടങ്ങുകളായിട്ട് നിങ്ങൾ ഇന്നേവരെ കാസർഗോഡ് ജില്ലയിലെ ഒരു ഓഫീസും ഇന്നേവരെ പോലീസ് റെയ്ഡ് നടത്തിയിട്ടില്ല. ഈ മൂവാറ്റുപുഴയുടെ പേരിൽ എന്തുകൊണ്ട് SDPI ഓഫീസ് കാസർഗോഡ് റെയ്ഡ് ചെയ്തു? കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്തുകൊണ്ടാണ് റെയ്ഡ് ചെയ്തത്? ഈ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തെ തകർക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ ആഗ്രഹം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ വ്യക്തമായ സൂചനയാണ് പ്രൊഫസർ അനസിന്റെ വിജയം. ഞങ്ങളെ ആക്രമിച്ചുകൊണ്ട്, ഞങ്ങളെ ഭീകരവാദികളാക്കിക്കൊണ്ട്, ഞങ്ങളെ തീവ്രവാദികൾ ആളുകളാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം നേടാൻ സാധിക്കില്ല. ജനങ്ങൾ കാര്യം മനസ്സിലാക്കുന്നു, ജനങ്ങൾ വ്യക്തമായി കാര്യം അറിയുന്നു. ആ വിവരത്തിന്റെ, ആ അറിവിന്റെ വിജയമാണ് പ്രൊഫസർ അനസിന്റെ വിജയം. അതുകൊണ്ടാണ് കേരളത്തിൽ അനസിന്റെ വിജയം ഒരു പ്രതീകമായി മാറിയത്. കേരള ചരിത്രത്തിൽ ജയിലിൽ കിടന്നിട്ട് കാര്യമായാലും ജയിച്ചിട്ടില്ല. വോട്ടർമാരെ ഒരു നോക്ക് പോലും കാണാതെ, നോമിനേഷൻ നൽകാൻ പോലും റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ വരാൻ സാധിക്കാതെ ജയിച്ച് കേരള ചരിത്രത്തിന്റെ തങ്കലിപികളാൽ എഴുതപ്പെട്ടതാണ് പ്രൊഫസർ അനസിന്റെ വിജയം. അതുകൊണ്ട് ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടിയെ തേജോവധം ചെയ്യാനും ഇല്ലായ്മ ചെയ്യാനും ആരെങ്കിലും ധരിക്കുന്നു എങ്കിൽ, ഭരണകൂടമോ പോലീസോ അങ്ങനെ ധരിക്കുന്നു എങ്കിൽ, ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭൂരിഭാഗം വരുന്ന ദളിത് പിന്നോക്കരുടെ മോചനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യം മുൻനിർത്തി ഞങ്ങൾ സധൈര്യം മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് ഞാൻ അറിയിക്കുകയാണ്.